ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ, ശിവൻകുട്ടി മന്ത്രി, സഖാവ് ശിവൻകുട്ടി ഇന്ന് വിവിധ പത്രങ്ങളിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം എഴുതിയിട്ടുള്ള ശിവൻകുട്ടി സാറിനോട് സത്യസന്ധമായി ഒരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും ഈ കരാർ ഒപ്പിടുന്നത് അങ്ങ് അറിഞ്ഞിരുന്നോ? ഈ കരാർ ഒപ്പിടലിൻ്റെ പ്രോസസ്സുകളിൽ അങ്ങ് കൃത്യമായി ഇടപെട്ടിരുന്നോ? അങ്ങേക്ക് വളരെ കൃത്യമായി ഫയലുകൾ വന്നിരുന്നോ? അങ്ങാണോ ഡയറക്ഷൻ കൊടുത്തത്? അല്ല എന്നാണ് സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട പലരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പ് പോലും മുൾമുനയിൽ നിന്നിരുന്നു. ഇത് വളരെ ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു പശ്ചാത്തലം അന്വേഷിക്കണം. രതീഷ് കാളിയാടൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഉപദേഷ്ടാവ്. ശാസ്ത്ര ഉപദേഷ്ടാവ് ദത്തനുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ ഉപദേഷ്ടാവായിട്ടിരുന്ന IT കാര്യങ്ങളിലിരുന്ന ശിവശങ്കർ ഉണ്ടായി. ശിവശങ്കർ പോയി. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാക്കളുണ്ട്. പക്ഷേ ഉപദേഷ്ടാക്കളുടെ ജോലി മറ്റ് വകുപ്പുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഒരു രഞ്ജിത്തുണ്ടായിരുന്നു നേരത്തെ വികസനത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ രഞ്ജിത്തില്ല. ഈ രണ്ടാം ഭാഗത്ത് രഞ്ജിത്തില്ല. രണ്ടാം മുന്നണിയിൽ ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റിൽ രഞ്ജിത്തുണ്ടായിരുന്നു ഒരു വികസന രംഗത്ത് സഹായിക്കാൻ. അവരുടെ ജോലി മുഖ്യമന്ത്രിക്ക് വരുന്ന ഫയലുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആവശ്യമായ ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലെ ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ മറ്റ് വകുപ്പുകൾക്ക് ഉപദേശം കൊടുക്കാം. പക്ഷേ ദൈനംദിന ഫയൽ ഫോളോ അപ്പിനും ഡിസ്കഷന് പോകുന്നതും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നതും ഡയറക്ഷൻ കൊടുക്കുന്നതിലുമൊക്കെ ഉപദേഷ്ടാക്കൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അപ്പർ ഹാൻഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിരുന്നില്ല ഈ രതീഷ് കാളിയാടനും ഒക്കെ പ്രവർത്തിച്ചത്. രതീഷ് കാളിയാടനാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചർച്ച ചെയ്തിരുന്നതും പലപ്പോഴും ഫോണിലൂടെയും അല്ലാതെയും. മീറ്റിങ്ങുകളിലൊക്കെ രതീഷ് കാളിയാടൻ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ശരി തെറ്റുകൾ നമുക്കറിയില്ല. അത് മീറ്റിങ്ങുകളിൽ പോയിട്ടുണ്ടെന്ന് എന്തായാലും രതീഷ് കാളിയാടനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2024 ഫെബ്രുവരി മാസം 23 ഒരു കത്ത് PM ശ്രീ സ്കൂളിനെ സംബന്ധിച്ച് റഫറൻസ് DO ലെറ്റർ നമ്പർ 1/2/2022 IS 19 ഡേറ്റഡ് 23/2/2024 എന്ന് പറഞ്ഞ ഒരു റഫറൻസ് കത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു കത്ത് റാണി ജോർജ് പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് 30/3/2024 ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അയക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 23 ഒരു കത്ത് അയച്ചു. 2024 ഒരു വർഷം മുമ്പാണ്. 25 24 ഒരു വർഷം കഴിഞ്ഞിപ്പോൾ 10-20 മാസമായി. 2024 ഫെബ്രുവരി 23 ഒരു കത്ത് അയച്ചു. അത് റഫറൻസ് കാണിച്ചുകൊണ്ട് 30/3/2024 ഒരു കത്ത് അയച്ചു. ആ കത്ത് വളരെ സിമ്പിളാണ്. വളരെ 2-3 ലൈനേ ഉള്ളൂ. ഐ വുഡ് ലൈക്ക് ടു നോ യുവർ അറ്റൻഷൻ DO ലെറ്റർ. ഞങ്ങൾ ഇത്രാം തീയതി 1/2/2022 ഞങ്ങൾ അയച്ച 19 ഡേറ്റഡ് ഞങ്ങൾ അയച്ച 2024 2024 2 മാസം ഫെബ്രുവരിയിൽ അയച്ച കത്തിനെ കോട്ട് ചെയ്യുന്നു. ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൾവേസ് ഹാസ് ബിൻ കമ്മിറ്റഡ് ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു സ്റ്റുഡൻസ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് and the novel and sustainable initiatives in school education sector. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് നോവലായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ കേരളം സർക്കാരാണ്. ദ സ്റ്റേറ്റ് ഈസ് ലുക്കിംഗ് ഫോർ എ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ് നോക്കിക്കാണുന്നത് PM ശ്രീ പദ്ധതി സ്കൂൾസ് ഇൻ കേരളയിൽ നടപ്പിലാക്കാനാണ്. അതുകൊണ്ട് ഇൻ ദിസ് റിഗാർഡ് ദ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ചെയർഡ് ബൈ പ്രിൻസിപ്പൽ സെക്രട്ടറി ജനറൽ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി ഇതിനുണ്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ ദിസ് ഇഷ്യൂ റെക്കമെൻഡേഷൻ ഓഫ് ദി കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് MOU ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് PM ശ്രീ സ്കൂൾസ് വിൽ ബി സൈൻഡ് ബൈ ദി സ്റ്റേറ്റ് ബിഫോർ ദ അക്കാഡമിക് ഇയർ ഓഫ് 2024-25. വളരെ സിമ്പിളാണ്. 2024 അക്കാഡമിക് ഫെബ്രുവരിയിലാണ് ഈ ആദ്യത്തെ കത്ത് വന്നത്. മാർച്ചിലാണ് അയക്കുന്നത്. ജൂണിലാണ് പിന്നെ 2024 ജൂണിലല്ലേ അക്കാഡമിക് ഇയർ വരത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 2024 ജൂൺ മുതൽ ആ അക്കാഡമിക് ഇയർ മുതൽ PM ശ്രീ നടപ്പിലാക്കാൻ ഞങ്ങൾ കമ്മിറ്റഡാണ്. ഞങ്ങൾ ചെയ്തു കൊള്ളാം.
അതിനുള്ള നടപടികളുമായി ഞങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് അടുത്തതാണ് തമാശ. അതുകൊണ്ട് ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ടു കൈൻഡ്ലി റിലീസ്. അതുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2025 മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി കൈൻഡ്ലി റിക്വസ്റ്റ് ടു റിലീസ് 37.5% ഓഫ് ദ ഫണ്ട് സാങ്ഷൻഡ് ഫോർ ദി ഫിനാൻഷ്യൽ 23-24. അപ്പോൾ അതുകൊണ്ട് 23-24 പൈസയുടെ 37% തുക അടിയന്തരമായി ഞങ്ങൾക്ക് അയച്ചു തരണം, റിലീസ് ചെയ്യണം. ഇതാണ് കത്ത്. ഈ കത്ത് ഡൽഹിയിൽ പോയതിന് ശേഷം ഡൽഹിക്കാർക്കറിയാം ഇത് പ്രൊവൈഡ് ചെയ്യുമെന്നറിയാം. അതിനുശേഷം നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു, നിരവധി കൂടിയാലോചനകൾ ചേർന്നു. ഇതിലൊന്നും വിദ്യാഭ്യാസ വകുപ്പിന് വലിയ റോളില്ല എന്നുള്ളതാണ് അറിയുന്നത്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ഡൽഹി പോവുകയും അവിടെ വെച്ച് പ്രധാനമന്ത്രിയുടെ ഒരു അഭിപ്രായം മുഖ്യമന്ത്രി അറിയുകയും അങ്ങനെ വളരെ കൃത്യമായി ഇത് ഒപ്പിടാനുള്ള വളരെ പെട്ടെന്ന് വിളിച്ച് പറയുകയും അതിനനുസരിച്ചാണ് ബെഹ്റിനിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് ഒപ്പൊക്കെ ഇടണം, നമുക്ക് പൈസയൊക്കെ മേടിക്കണം എന്നുള്ള നിലയിലാണ്. യഥാർത്ഥത്തിൽ 2024 ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ പണിയാണ്. ഫെബ്രുവരിയിൽ കത്തയച്ചു, മാർച്ചിൽ കത്തയച്ചു. ഫെബ്രുവരി 23 കത്തയച്ചു, മാർച്ച് 30 കത്തയച്ചു. ആ 1.5 വർഷത്തെ 10-20 മാസത്തെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിരുന്നു കഴിഞ്ഞ ദിവസം വാസുകി ഒപ്പിട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാസുകിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത്രയും പ്രോസസ്സ് നടന്നിരിക്കുന്നു. പക്ഷേ നയപരമായി ഉള്ളൊരു തീരുമാനത്തിൽ എന്തിനാണ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയച്ച ശേഷം അത് ക്യാബിനറ്റിൽ കൊണ്ടുവച്ചത്? എന്തിനാണ് ക്യാബിനറ്റിൽ 2 പ്രാവശ്യം ഡിസ്കഷൻ വെച്ചത്? 2 പ്രാവശ്യം ഇത് ഡെഫർ ചെയ്ത് എന്തിനാണ്? ഒന്നുകിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെയിരിക്കുന്ന മന്ത്രിമാരുടെ കൂടെയിരിക്കുന്ന സ്റ്റാഫുണ്ടല്ലോ, പ്രൈവറ്റ് സെക്രട്ടറി മുതൽ താഴോട്ടുള്ള സ്റ്റാഫുണ്ട്, APSമാർ, ഈ സ്റ്റാഫുകൾക്കൊന്നും ഭരണപരിചയമില്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയക്കുന്നു. ആ കത്തിനകത്ത് തുടർന്ന് രതീഷ് കാളിയാടൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ പല വഴിക്ക് ചെയ്യുന്നു. വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് CMൻ്റെ ഓഫീസ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇടയ്ക്ക് കൊണ്ട് അതേസമയം തന്നെ പുറത്ത് സമരം ചെയ്യുന്നു, സെമിനാറുകൾ നടത്തുന്നു, പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കുന്നു NEP വേണ്ടാന്ന്. ഇതൊന്നും ആരും അറിഞ്ഞില്ലയോ? ശിവൻകുട്ടി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ആളല്ലേ? അപ്പോൾ ശിവൻകുട്ടി അറിഞ്ഞില്ലയോ ഇങ്ങനൊരു ഫയലുള്ളത്? CM അറിഞ്ഞില്ലയോ ഇങ്ങനൊരു ഫയലുള്ളത്? CMനോടും ശിവൻകുട്ടിയോടൊന്നും പറയാതെയാണോ റാണി ജോർജ് കത്തയച്ചത്? കാരണം അവർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയല്ലേ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഫയൽ മുകളിലോട്ടും ഒന്നും വിട്ടില്ലയോ? രതീഷ് കാളിയാടൻ അറിഞ്ഞിട്ട് ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ലയോ? എന്തായാലും വെളിയിൽ വലിയ ബഹളമുണ്ടായി. പാർട്ടി കോൺഗ്രസിൽ സമ്മേളനങ്ങൾ, സെമിനാറുകളിലൊക്കെ PM ശ്രീക്കെതിരെ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാകുമ്പോൾ അകത്ത് ദോശ ചുട്ടെടുക്കും പോലെ വളരെ വേഗത്തിൽ ഇതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് നടത്തിയതിന് 10-20 മാസത്തെ ചരിത്രമുണ്ട്. നമ്മൾ ആധികാരിക രേഖകൾ വെച്ചാണ് പറയുന്നത്. ഇത് കൃത്യമായി ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ ആയിരുന്നില്ല ഇത് ചെയ്യേണ്ടിയിരുന്നത്. അത് ഒന്ന് ഭരണപരിചയത്തിൻ്റെ കുറവ്. രണ്ടാമത്തെ ഗവൺമെൻറ് ആയപ്പോൾ ഒന്നാമത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, പിണറായി വിജയൻ്റെ ഒന്നാമത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത, തോമസ് ഐസക്, സുധാകരൻ, ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. മാത്രമല്ല പാർട്ടിക്കാരല്ലാത്ത ഒരുപാട് പേർ സർക്കാരിൻ്റെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിലുണ്ടായിരുന്നു. പാർട്ടിക്കാരല്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. സെക്രട്ടറിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തവരും അനുഭവ സമ്പത്തുള്ളവരും ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം മാറ്റി പാർട്ടിക്കാരെ മാത്രം വച്ച് പോയപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവ പരിചയത്തിൻ്റെ കുറവ്. 1. 2, എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിച്ചാൽ മതി. മുഖ്യമന്ത്രി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ വേറെ എല്ലാ സംവിധാനവും, അത് CPI ആയാലും കോൺഗ്രസ് ആയാലും ഈ പ്രതിപക്ഷമായാലും ഏത് സംവിധാനമായാലും മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്താൽ രാജാവിൻ്റെ കാലം പോലെ ബാക്കി എല്ലാവരും അനുസരിച്ച് കൊള്ളും. അങ്ങനെ അനുസരിപ്പിക്കാനുള്ളൊരു കരുത്ത് പിണറായി വിജയനുണ്ട് എന്ന് ഒരു തോന്നൽ CMൻ്റെ ഓഫീസിലുള്ളവർക്കും ഉണ്ടായോ, CMന് തന്നെ ഉണ്ടായോ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും ശിവൻകുട്ടി മന്ത്രി പോലും ഇത് കൃത്യമായി അതിൻ്റെ ഇടവേളകളിൽ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇടയ്ക്കിടെ ഒരാഴ്ച മുമ്പ് പോലും പറഞ്ഞത്, ഇടയ്ക്കിടെയും പറഞ്ഞു, ഒരാഴ്ച മുമ്പ് പറഞ്ഞത് PM ശ്രീ പദ്ധതിയിലൊന്നും നമ്മൾ ഒപ്പിടത്തില്ല, NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ കുറേശ്ശെ വിദ്യാഭ്യാസ മന്ത്രി പല യോഗങ്ങളിലൂടെ സംസാരിച്ചൊരു സാമൂഹ്യ അന്തരീക്ഷം, ഒരു പൊതുബോധം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു ഇതിനനുകൂലമായി. പക്ഷേ അതിന് ശിവൻകുട്ടിക്കും വിദ്യാഭ്യാസ വകുപ്പിന് അവസരം കിട്ടാതെ പോയത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 1-2 പേരും ഈ പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയും IASകാരുടെ ഇടയിൽ മാത്രം നടന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതുകൊണ്ട് ശിവൻകുട്ടി സാറും ഇപ്പോൾ വന്ന് ഓണപ്പ് ചെയ്ത് മറുപടി പറയേണ്ടി വരുന്നത് കൊണ്ട് ലേഖനം എഴുതുന്നതാണ്. അദ്ദേഹം ശരിക്കും നിസ്സഹായനാണ്, പാവം. അദ്ദേഹം
ഒരു നിരപരാധിയാണ്.